എല്ലാവർക്കും നമസ്കാരം. ഞാനും പ്രേമരാജും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ചില അസോസിയേഷൻസ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പരിചയമുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കേട്ടല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽക്ക എന്ന് പറയുന്ന ബാലനോവല് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ പ്രേമരാജിൻ്റെ പിന്നെയുള്ള നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം ഇപ്പോൾ ഒരു ബാല നോവൽ എന്ന് പറയുന്നതിലുപരി എനിക്ക് തോന്നുന്നത്, എൻ്റെ ഉള്ളടക്കം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കുട്ടികളെ ആ നോവൽ വായിക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു ബുക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള കണ്ടന്റ് അതിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വളരെ താങ്ക്സ് ടു ശ്രീ പ്രേംരാജ്. അപ്പോൾ ആ ഒരു ഇതിൽ തീർച്ചയായിട്ടും കുട്ടികളെ അതിലേക്ക് നയിക്കട്ടെ, കുട്ടികളത് വായിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പ്രേമരാജിന് ഈ സമയത്ത് നന്ദി പറയാനുള്ളത്, എല്ലാവരെയും പോലെ ഒരു പക്ഷേ എനിക്ക് മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 10-35 വർഷം മുമ്പ് കേരളം വിട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ കേരളം വിടുന്നതിന് മുമ്പ് ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ഗ്രാമത്തിലുള്ള വില്ലേജിലുണ്ടായിരുന്ന വായനശാലയിൽ ബുക്കുകൾ അവസാനം വായിക്കാനുണ്ടാകുന്ന അവസരങ്ങളുണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ കേരളം വിട്ടതിന് ശേഷം നമുക്ക് ഞാൻ വായിക്കാനുള്ള പല കാര്യങ്ങളാകുമ്പോഴേക്കും വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രേമരാജുമായിട്ട് ഞങ്ങൾ അസോസിയേഷൻ ആവുകയും പ്രേമരാജ് ഒരു എഴുത്തുകാരാണെന്ന് അറിയുകയും ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും ആ വായനയിലേക്ക് വന്നു. അപ്പോൾ അത് പ്രേമരാജിന് പ്രത്യേക നന്ദിയും കൂടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രേമരാജിൻ്റെ ഈ പുതിയ നോവൽ എഴുതുന്നതിലേക്കും അത് മാത്രമല്ല മറ്റെല്ലാ സാഹിത്യ മേഖലയിലേക്കും പ്രേമരാജിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക്സ്.